യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. അതിനെ ഒന്ന് പറഞ്ഞ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പൊ നിലനിൽപ്പാണ് വിഷയം. നമ്മൾ ചെയ്യുന്ന ഫലങ്ങളും നിലനിന്ന് പോകണം. ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിന് ഉടമ്പടി സ്കോപ്പില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ, നിങ്ങൾ ദൈവവുമായിട്ട് എടുത്തേക്കുന്ന ഉടമ്പടി ആത്മാർത്ഥമാണ് തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങളുടെ വിശ്വാസം നീതീകരിക്കപ്പെടുന്ന പ്രവൃത്തികൾക്കുള്ളതാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ നീ ബന്ധത്തിൽ നിലനിൽക്കുവാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. വചനം പാലിച്ചുകൊണ്ട് ബന്ധം നീയുമായി സ്ഥാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടും. ജീവിതം ധന്യമായി തീർന്നിടും. വാഗ്ദാന പേടകമേ, സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ നിങ്ങളുടെ വസ്തുതകൾക്ക് പ്രാധാന്യം വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ദൈവമാകുന്ന വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഷിഫ്റ്റിംഗ് നടക്കണം ഇതിൻ്റെ അകത്ത്. ദൈവത്തിന് പ്രാധാന്യം. ഇപ്പം പലരുടെ ഉടമ്പടി തണുത്തു പോയതിനും ഉടമ്പടി വരുമാനമില്ലാത്ത രീതിയിൽ പുഷ്പിക്കാത്ത മരം പോലെയാകാൻ കാരണം നിങ്ങളുടെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ദൈവത്തെ അതിൽ നിന്ന് ആ പിക്ചറിൽ നിന്ന് മാറ്റുകയും ചെയ്തിട്ടാണ്. അപ്പോൾ ഇതൊന്ന് തിരിച്ചു കൊണ്ടുവരണം. കാര്യം എന്താണ്? നീ ഉടമ്പടി എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉടനെ നീ പറയണം ദൈവത്തെ പ്രത്യേകമായി സ്നേഹിക്കാനെന്ന്. ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്തിനാണ് നീ ഉടമ്പടി എടുത്തതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ നീ പറയണം, ഒറ്റ ശ്വാസത്തിൽ പറയണം. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ വിളിച്ചെന്നിപ്പിച്ചാൽ പറയണം, ഞാൻ ഉടമ്പടി എടുത്തത് ദൈവത്തെ എല്ലാവരെക്കാളും ഉപരിയായി സ്നേഹിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഇതിൻ്റെ IELTS പാസ്സാകാനാണ്, കാനഡയിൽ പോകാനാണ്, PR കിട്ടാനാണെന്ന് പറയരുത്. അടി മോഹത്തൊക്കെ പാഴ്സൽ കിട്ടും. എന്നുവെച്ചാൽ നീ വെറുതെ ചുമ്മാ വസ്തുവിന് പ്രാധാന്യം കൊണ്ട് ദൈവത്തിനെ കളിയാക്കാൻ വേണ്ടി വന്നിരിക്കണം എന്ന് തോന്നും. അതല്ല സംഭവം. ഇപ്പൊ ഒന്ന് പറഞ്ഞേ, ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, എനിക്ക് വേണ്ടി തിരുവലാവിൽ മുറിവേറ്റവനെ, മുൾക്കിടം ചൂടിയവനെ, സ്വന്തം ജീവൻ എന്റെ വീണ്ടെടുപ്പ് വിലയായി നൽകിക്കൊണ്ട് എനിക്ക് വേണ്ടി തിരുവുദ്ധാനം ചെയ്തവനെ, നിത്യത അവകാശമാക്കിയവനെ, നിത്യത വരെ സ്നേഹിക്കാനാണ് ഞാൻ ഉടമ്പടിയിലായിരിക്കണത്. ശ്രദ്ധിക്കട്ടെ. സാക്ഷ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഞെട്ടലുണ്ടാവും. അത്തരം എല്ലാ ദിവസവും ഇപ്പോൾ ഈ ദിവസങ്ങളൊക്കെ നടന്ന സാക്ഷ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും. അമ്മ ഇത്രയും സുന്ദരമായ രീതിയിൽ ഒരു കാലത്തും കേരളത്തിൽ എത്രയോ അനുഗ്രഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തരംഗകാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അതിനേക്കാളെല്ലാം എബവാണ്. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം ഈനസ് മുക്കാട്ടുകാര തൃശ്ശൂർ ഇന്നലെ സാക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ട്, സാക്ഷി ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. പിന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈനസിൻ്റെ വൈഫിന് ക്യാൻസർ വന്നു. അവർ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ 3ാം സ്റ്റേജായി. പിന്നെ അത് അഡ്വാൻസായി 4ാം സ്റ്റേജായി. ക്യാൻസർ 4ാം സ്റ്റേജായി കഴിഞ്ഞപ്പോൾ ഇനസിന് മനസ്സിലായി. ഡോക്ടർ പറഞ്ഞു കീമോ കൊടുത്തിട്ട് ആൾ കരിഞ്ഞ് വരണ്ട് ആന്തരിക അവയവങ്ങളൊക്കെ പൊള്ളി പോകണമെന്നല്ലാതെ ഇനി ഇങ്ങനെ പതുക്കെ കീമോ കൊടുത്തും വിശ്രമിച്ചുമൊക്കെ പോകാനേ പറ്റത്തുള്ളൂ. അങ്ങനെ അവർ അത് അക്സെപ്റ്റ് ചെയ്തവർ അങ്ങനൊരു അവസ്ഥയിലായിപ്പോയി. പക്ഷെ മഹാസങ്കടമാണ് ഉള്ളിൽ. അപ്പോൾ ഇനി വൈദ്യശാസ്ത്രത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറയുമ്പോൾ ഇനസിനോട് ഒരാൾ പറയും ഇനി ഒരു കാര്യം ചെയ്യാനുണ്ട്, ആലപ്പുഴ പോയി കൃപാസനം മാതാവിനെ കണ്ടാൽ മതി എന്ന് പറയും. ഈ മനുഷ്യന്മാർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്. ഞാനിത് കൈ നിന്നിട്ട് പറയണം, ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. ഇവരിവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് ഇവർ ഉടമ്പടി തൈലമോ തേനോ ഉപ്പൊക്കെ എടുത്തിട്ട് ഇവർ പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം കഴിക്കും. സാക്ഷിയൊന്ന് നിങ്ങൾ കേൾക്കണം. അതായത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പെട്ടെന്ന് പറയും ഇത് വല്ലാത്തൊരു മാറ്റമാണല്ല, ഇനി നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നതേ. ഇപ്പം ഇത്രയും, അതായത് രാത്രി പകലായി പോലെ മാറ്റമായിപ്പോയി ആന്തരിക അവയവങ്ങൾക്ക്. എന്നിട്ട് പറഞ്ഞു ഇത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഉടനെ അവർ ഓപ്പറേഷൻ നീക്കി. പിന്നീട് നടക്കുന്ന കാര്യം ഭയങ്കര രസമാണ്. ആൾ ഇപ്പം നല്ല ജീവനോടെ, ഇപ്പം 2-3 ടെസ്റ്റെല്ലാം കഴിഞ്ഞപ്പോഴും ആ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരു ചെറിയ തന്മാത്ര പോലും ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും വലിയൊരു ദൈവമാണ്, ഇത്രയും വലിയൊരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയണത്. എല്ലാ പ്രത്യാശയും പോകുമ്പോഴും വിശ്വസിക്കുന്നവന് ഒരിടമുണ്ട് ഇവിടെ. അവിടെ നിന്നെ കാത്തിരിക്കാൻ യേശുവിൻ്റെ അമ്മയുണ്ട്, നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി. കൈയടിച്ച് കിടന്നു നന്ദി പറയുന്നു. ഉടമ്പടി പ്രാർത്ഥന തന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ ദൈവവേദന. ഈ സാക്ഷ്യങ്ങളെല്ലാം ദൈവം നിൻ്റെ മുമ്പിൽ ഈ കാലത്ത് തരണം. എന്തിനാണ്? നീ ഈ സങ്കടകാലത്ത് വിഷമിക്കാതെ കണ്ണുനീരിൽ നിൻ്റെ ജീവിതം അവസാനിക്കത്തില്ല എന്ന് ദൈവം നിന്നോട് പറയണേ എന്നിലൂടെ. അല്ലാതെ നിൻ്റെ ജീവിതം ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. അതായത് നിൻ്റെ ജീവിതം നീ വിചാരിക്കുന്ന പോലെ തകർന്നിട്ടില്ല. നീ വിശ്വസിക്കുക. വിശ്വസിച്ചുകൊണ്ട്, നമുക്കറിയാലോ ഉടമ്പടി സത്യസന്ധത എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നമ്മൾ അധരം കൊണ്ട് വിശ്വസിക്കണത്, ഹൃദയത്തിൽ വിശ്വസിക്കണത് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോഴേ അത് നമ്മളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തിയമാക്കണത് ദൈവതിരുസന്നിധിയിൽ അല്ല, അത് ദൈവത്തിന് നീതിയുടെ ഭാഗമാണ്. അപ്പോൾ എന്തുമാത്രം നിൻ്റെ ഉടമ്പടിയെ നീ പ്രവർത്തികൾ കൊണ്ട് നീതീകരിക്കുന്നുവോ അത്ര കണ്ട് ദൈവം നിന്നെ വിശ്വാസത്തിലെടുക്കും. പല അണ്ണന്മാർക്ക് കുഴപ്പമുണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ട് പോകുമെന്നല്ലാതെ അത് പിന്നീട് അതുമായിട്ട് കണ്ടിന്യൂ ചെയ്യത്തില്ല. അത് ദൈവസംഘത്തിൻ്റെ പദ്ധതിയാണ് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കൂടെ നിൽക്കത്തില്ല. അവരിപ്പോഴും അവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും നാട്ടുകാരുടെ കൂടെയും വീട്ടുകാരുടെ കൂടെയും ക്ലബിൻ്റെ കൂടെയും പാർട്ടിയുടെ കൂടെയൊക്കെ നടക്കുകയാണ്. പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ മാത്രം നടക്കാൻ പറ്റിയ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം നിങ്ങളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ദൈവപൈതലെ യു മസ്റ്റ് നോ ബൈ നോ മീൻസ്
നീ അതറിയാതെ മാർഗമില്ല. കാര്യം ഇത് ദൈവത്തിൻ്റെ കാലമാണ്. അല്ല ഇനി നിൻ്റെ എല്ലാം മടക്കി വെച്ചിട്ട് നിൻ്റെ ബന്ധം സ്വന്തം കാര്യങ്ങളെല്ലാം കുറച്ച് നേരം അതിനെല്ലാം ഒരു സൊല്ല് കൊടുത്തിട്ട് നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. അല്ല കൂട്ടുകാർ പറയണം, വീട്ടുകാർ പറയണം, നാട്ടുകാർ പറയണം എന്നൊക്കെ കേട്ടിട്ട് ഓരോ മനുഷ്യമേ തുള്ളിയൊരു കാലം ഉണ്ടായി തുള്ളി നിമിടം വരെ വിറവാദം പിടിച്ച് കിടക്കുകയാണ്. ഇനി തിരിച്ച് നീ വരണം. നിനക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ആർക്കും നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ മാത്രം രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എങ്കിൽ അത് ഉടമ്പടിയിലൂടെയാണ് നടക്കണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി അർഹിക്കുന്ന അവകാശപ്പെടുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ അത് പ്രവർത്തകരുടെ പ്രകടമായിക്കൊണ്ട് സുവിശേഷ സാക്ഷിയായിക്കൊണ്ട് ദൈവ പൈതൃക ഉയരാൻ വേണ്ടി നീ പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പ്രകടമായ പ്രവർത്തനങ്ങള്, നീതീകരണങ്ങള് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകിച്ചു ഉയർത്തണമേ. ഹല്ലേലൂയ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ, ഒരു വാക്കുമതി.